അങ്ങനെയുള്ള എത്രയെത്ര ഗൾഫുകാർ ജീവിതം മുഴുവൻ ഗൾഫ് നാടുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് സ്വന്തം ഭാര്യയുടെ സുഖജീവിതത്തിന് വേണ്ടി ആ ഗൾഫിലെ സഹോദരൻ ഒരിക്കൽ നാട്ടിൽ വരുമ്പോ ഈ സഹോദരി മറ്റു ചില ആളുകളുമായി പരിചയപ്പെട്ടിട്ട് അവരെ കൂടെ ഇറങ്ങിയോടുന്ന രംഗം കാണുമ്പോ ആ ഭർത്താവിന്റെ കണ്ണിൽ നിന്ന് രക്തം വരികയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗം സ്വപ്നം കാണേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, അയ്യമംറഅത്തിൻ മാതത വസൗജുഹാ അൻഹാറാലിൻ ദഖലത്തിൽ ജന്നാ. ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ഒരു പെണ്ണിന് സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹറഹാ വഅതാത് സൗജഹാ വഹഫിലത് ഫർജഹാ ദഖലത് ജന്നത റബ്ബിഹാ. ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചോ, അവളെ മാസത്തിൽ നോമ്പെടുത്തോ, അഥവാ റമളാനിൽ നോമ്പെടുക്കാൻ മുന്നോട്ട് വന്നോ, വഹഫിലത് ഫർജഹാ, അവളെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചോ, വഅതാത് സൗജഹാ, അവളെ ഭർത്താവിനെ അനുസരിക്കാൻ അവൾ മുന്നോട്ട് വന്നാൽ അവളെ കുറിച്ച് പറയുന്നു ദഖലത് ജന്നത റബ്ബിഹാ, അവളെ രക്ഷിതാവിന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. പ്രവേശിക്കും എന്നല്ല പറഞ്ഞത്, പ്രവേശിച്ചു എന്ന്. അല്ലാഹു അങ്ങനെയുള്ള സഹോദരിമാരാക്കി തരട്ടെ. ഇന്ന് എത്ര കുടുംബങ്ങളിലാണ് കണ്ണുനീര്. ഒരിക്കൽ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ നല്ല സൗന്ദര്യമുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 40 വയസ്സായിട്ടുണ്ട്. കണ്ടാ തോന്നൂല. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഈ വാതിലൊന്ന് അടച്ചോട്ടെ. ഞാൻ ചോദിച്ചു, എന്തിനാ അടക്കുന്നത്? അടക്കൊന്നും വേണ്ട, നിങ്ങൾ കാര്യം പറഞ്ഞോളുന്ന, ഒരു സങ്കടം പറയാൻ അടച്ചോട്ടെ. അല്ല, ആ മുഖഭാവം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നലെ വാതിൽ ചാരി വെച്ചോളൂ. വാതിൽ അയാൾ തന്നെ ചാരി, എന്നിട്ട് അങ്ങ് പൊട്ടിക്കരയാ. നിങ്ങൾക്ക് അത്ഭുതം തോന്നി, ഇത്രയും ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ എന്തിനായി കരയുന്നതോ? ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ വർഷങ്ങളായി ഗൾഫിലാണ്. എനിക്ക് 13 വയസ്സുള്ള ഒരു പൊന്നുമോളുണ്ട്. അതിന് താഴെ മറ്റൊരു മോളുമുണ്ട്. 2 പെൺകുട്ടികൾ മാത്രമാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായി ഗൾഫിലാണ്. എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും മനോഹരമായ ഒരു വീട് നിർമ്മിച്ചു. ആ വീടിന് ചുറ്റുമതിൽ കെട്ടി. കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ചുറ്റുമതിൽ കെട്ടിയിട്ട് സുരക്ഷിതമായി വീടൊരുക്കി കൊടുത്തു. പക്ഷേ എന്റെ റൂംമേറ്റായി ഗൾഫിൽ കഴിയുന്ന സഹോദരനുണ്ട്. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് നാട്ടിലേക്ക് ലീവിന് വരും. ഞാനും എന്റെ കുടുംബവും അവരുടെ വീട് സന്ദർശിക്കും, അവരും അവരുടെ കുടുംബവും എന്റെ വീട് സന്ദർശിക്കും. ഞങ്ങൾക്കിടയിൽ മറയില്ലായിരുന്നു. കേൾക്കണം, പിന്നെ 2 പേരുടെയും ലീവ് മറ്റൊരു സന്ദർഭത്തിലായി. അപ്പോൾ എന്റെ റൂംമേറ്റായ എന്റെ സുഹൃത്ത് ലീവിന് വരുമ്പോ എന്റെ വീട്ടിൽ വരും. എന്റെ ഭാര്യ തനിച്ചാണ്. പിന്നെ ഒരുപാട് അധർമ്മങ്ങൾ സംഭവിക്കുകയാണ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്റെ അയൽവാസികൾ ഫോൺ ചെയ്യുമ്പോ എന്നോട് പറയും, ഉസ്താദ്, എന്നോട് പറയും, സഹോദര, നിന്റെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് പറയും. ആ സഹോദരൻ എന്നോട് പറയുകയാണ്. പക്ഷെ അതൊന്നും ഞാൻ ഗൗനിച്ചില്ല. എന്റെ അയൽവാസികൾക്ക് എനിക്കും എന്റെ ഭാര്യക്കും കിട്ടിയ സൗകര്യത്തിലും സംവിധാനത്തിലും അസൂയ വെച്ച് പറയാണ് എന്ന് ഞാൻ പലരോടും പറഞ്ഞു. ഒരിക്കലൊരു പെരുന്നാളിന്റെ ദിവസം ഞാനും എന്റെ റൂംമേറ്റും ഒരുമിച്ച് ഇങ്ങനെ സന്തോഷം, അന്ന് ലീവായിരുന്നു. എന്റെ സുഹൃത്ത് ബാത്റൂമിൽ പോയപ്പോ എന്റെ സുഹൃത്തിന്റെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. ഞാൻ ആ ഫോൺ എടുത്ത് നോക്കി. കുറെ മെസ്സേജുകളും വരുന്നു ആ ഫോണിൽ ബെല്ലടിക്കുമ്പോൾ എടുക്കാത്തത് കൊണ്ട്. പക്ഷേ ആ ഫോൺ എടുത്തപ്പോൾ എന്റെ ഭാര്യയുടെ നമ്പറിൽ നിന്നാണ് ഫോൺ കോൾ വരുന്നത്. മെസ്സേജ് പരിശോധിച്ചപ്പോ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയും പെരുമാറുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ അർത്ഥത്തിലുള്ള സംസാരങ്ങളും അതല്ലെങ്കിൽ അങ്ങനെയുള്ള ടെക്സ്റ്റ് മെസ്സേജുകളുമാണ് അതിലുള്ളത്. ഈ സഹോദരൻ ഇരുന്ന ഇരിപ്പിൽ ആകെ കണ്ണു കാണാത്ത അവസ്ഥയായി. ആ മനുഷ്യൻ പറയാ, ഉടനെ തന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കയറി. അദ്ദേഹം പറയുകയാണ്, ഞാൻ വീട്ടിൽ വന്ന് ഈ സംഭവങ്ങളൊക്കെ ഭാര്യയോട് സംസാരിച്ചു. അവൾ സമ്മതിച്ചു. എന്റെ കാൽ കീഴിൽ വീണിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ വഞ്ചിച്ചു ഇത്രകാലം, ഇനി ഇല്ല, ഒരിക്കലുമില്ല, എന്നോട് ക്ഷമിക്കണം. ആ ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദേ, മനുഷ്യനാകുമ്പോൾ തെറ്റുപറ്റുമല്ലോ, എന്റെ ഭാര്യയ്ക്ക് ഞാൻ ക്ഷമിച്ചു കൊടുത്തു. ഞാൻ വീണ്ടും ഗൾഫിലേക്ക് പോയി. ആ മനുഷ്യന്റെ ഒരു നല്ല മനസ്സ്. അങ്ങനെ വീണ്ടും ഇത് ആവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ നാട്ടിൽ വന്നു. ഇനി നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞു.
ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് പിന്നെ വാക്കുകൾ വരുന്നില്ല ചെറുപ്പക്കാരന്. അദ്ദേഹം പറയുകയാണ്, ഇനി എനിക്ക് ജീവിതമില്ല, ഇനി അവളെ എന്റെ ഭാര്യയായി വെച്ചാൽ അള്ളാഹുവിന്റെ ശാപം എന്നിൽ ഇറങ്ങും, എനിക്ക് ഭയമുണ്ടോ? ഇനി അവളെ ഒഴിവാക്കിയാൽ എന്റെ പൊന്നുമക്കൾക്ക് പിന്നെ ഉമ്മയില്ലല്ലോ. ഇനി ഞാൻ പുതിയ ഒരു കല്യാണം കഴിച്ചാൽ എന്റെ പൊന്നുമക്കൾക്ക് പിന്നെ ഉമ്മ എന്നുള്ള സ്നേഹത്തിൽ വിളിക്കാൻ കഴിയണമെന്നില്ലല്ലോ. എവിടേക്ക് നോക്കിയാലും എനിക്ക് സങ്കടമാണ്, എനിക്ക് ജീവിതത്തിൽ ഒരു ആനന്ദമില്ല, ദുഃഖം തന്നെയാണ്. ഇത്രയും കാലം ഗൾഫിൽ കൊണ്ടുപോയി കൊടുത്തത് വെറുതെയായെന്ന് തോന്നിപ്പോകുന്നു ഉസ്താദേ. കരഞ്ഞുകൊണ്ടാ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഇനി ഞാനൊരു കല്യാണവും കഴിക്കാതെ എന്റെ പൊന്നുമക്കൾ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ, എന്റെ 2 പൊന്നുമക്കളെയും കല്യാണം കഴിച്ച് കൊടുത്തു വിട്ടാൽ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ, ഞാൻ അവശതയിൽ കിടക്കുമ്പോ എന്നെ ശുശ്രൂഷിക്കാൻ, എനിക്കൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് ഹൃദയത്തിൽ ആനന്ദം പകർന്നു നൽകാൻ ആരുമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. തുലാഖിന്റെ പദമൊന്ന് എഴുതി തരുമോ, തുലാഖിന്റെ വടിയിലൂടെ സഞ്ചരിക്കാനാ എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ തേകി തേകി കരഞ്ഞ് 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 2 കണ്ണിൽ നിന്നും കണ്ണുനീര് വന്ന് 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 ഞാൻ ഇരിക്കുന്ന കസേരയുടെ തൊട്ട് മുന്നിലുള്ള മേശയിൽ തലവെച്ച് തലപൊക്കാറ് കഴിയാറ് കരയുന്നത് കണ്ടപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, സഹോദരാ, പടച്ച റബ്ബ് നിന്റെ വിഷമം കാണും, നീ വേദനിക്കേണ്ടതില്ല. ഈ ദുനിയാവിൽ ഇങ്ങനെ വിഷമമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ആനന്ദങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ കെട്ടിപ്പിടിച്ചിട്ട് 2 പൊന്നു പെൺമക്കളെ ഓർക്കുമ്പോ എന്റെ ജീവിതത്തിൽ വല്ലാത്ത അവസ്ഥയാണ് ഉസ്താദേ. ഞാൻ എന്തിനാ ജീവിച്ചത്? എന്റെ ഭാര്യ എന്താവശ്യപ്പെടുമ്പോഴും ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. വിലപിടിപ്പുള്ള മൊബൈൽ മേടിച്ചു കൊടുത്തു. വീട്ടിലെ ഓരോ സംവിധാനങ്ങളും സൗകര്യങ്ങളും അവളുടെ ആഗ്രഹത്തിനാ ഞാൻ ഒരുക്കി കൊടുത്തത്. എന്റെ ആഗ്രഹം അവിടെ ഞാൻ മുന്നിൽ വെച്ചിട്ടില്ല. എന്നിട്ട് പോലും അവൾ എന്നോട് ചെയ്തത് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഓ ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടപ്പോ വല്ലാതെ വേദനിച്ചു പോയി. എന്റെ സഹോദരിമാരേ, എത്രയെത്ര ഗൾഫുകാരാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതോ? അവരെന്തിനാ ഇവിടെ വിട്ട ഈ നാട് വിട്ട് ഇവിടെ കഴിയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ? ആര് ചിന്തിക്കുന്നു? ഇവിടുന്ന് ഫോൺ ചെയ്യുകയാണ്, എല്ലാ സൗകര്യങ്ങളും വേണമെന്ന്. ഒരു പക്ഷേ അന്നത്തെ ഭക്ഷണം ഒഴിവാക്കി അതിന്റെ പൈസ കൊണ്ടാ നിങ്ങൾക്കത് മേടിച്ചു തരുന്നത്. ആര് ചിന്തിക്കുന്നു? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വചനത്തിലേക്ക് തിരിച്ചു വരാം. ഒരു പെണ്ണിന് സ്വർഗം വേണമോ? ഭർത്താവിന്റെ കോപത്തിനിരയായാൽ ആ പെണ്ണിന് സ്വർഗം കിട്ടൂല എന്ന് ഞാൻ എന്റെ വക വെറുതെ പറയുകയല്ല. ഒരിക്കലും കളവ് പറയാത്ത ആമിനാന്റെ മുത്തുമോൻ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരാം. നമ്മുടെ വീടുകൾ ഇസ്ലാമികമായി സംസ്കാരത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇന്ന് വീടുകളിൽ ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ.